പലചരക്ക് കടകളിൽ പുകയില, ഈന്തപ്പഴം, മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ചെറിയ പലചരക്ക് കടകൾക്കാണ് ഈ നിയമം ബാധകമാവുന്നത്. സൗദി മുനിസിപ്പൽ, ഗ്രാമകാര്യ, ഭവന മന്ത്രാലയമാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ ഉടനീളം ചില്ലറ വ്യാപാര ഘടന പുനഃക്രമീകരിക്കുക, പൊതുജനാരോഗ്യം, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് മന്ത്രി മജീദ് അൽ ഹുഗൈൻ അറിയിച്ചു. നിയന്ത്രണം ഉടനടി പ്രാബല്യത്തിലും വരും. എന്നാൽ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമങ്ങൾ പാലിക്കുന്നതിന് 6 മാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. പുതിയ നിയമപ്രകാരം പലചരക്ക് കടകൾ, കിയോസ്കുകൾ, മിനി മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലാത്തത്. എന്നാൽ പ്രത്യേക ലൈസൻസ് നേടിയ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ വിൽക്കാം. റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ സ്ഥലപരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. 24 ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉണ്ടായിരിക്കണം. സൂപ്പർ മാർക്കറ്റുകൾക്ക് കുറഞ്ഞത് 100 ചതുരശ്ര മീറ്ററും ഹൈപ്പർ മാർക്കറ്റുകൾക്ക് കുറഞ്ഞത് 500 ചതുരശ്ര മീറ്ററും വിസ്തീർണം ഉണ്ടായിരിക്കണം. പുതിയ നിയമം ബാധിക്കുന്നത് രാജ്യത്തുള്ള ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാരെയാണ്. വർഷങ്ങളായി പച്ചക്കറികൾ, പുകയില, ഈന്തപ്പഴം എന്നിവയ്ക്കാണ് പല കടകളിലും കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നത്. ഇവിടെ ചെറുകിട വ്യാപാരങ്ങൾ നടത്തിവരുന്ന നിരവധി മലയാളികളുമുണ്ട്. അവരെയെല്ലാം ഈ നിയമം ബാധിക്കും. ഉപഭോക്താക്കൾക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോലും സൂപ്പർ മാർക്കറ്റുകളെ ആശ്രയിക്കേണ്ടി വരും.